നമസ്കാരം ടീം, രഞ്ജിത്താണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രോലൈഫ് എന്ന നമ്മുടെ ബ്രാൻഡില് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രോലൈഫ് എന്ന ബ്രാൻഡിലേക്ക് നിങ്ങൾ സുഹൃത്ത് മുഖാന്തരമോ ബന്ധുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഒരാൾ മുഖാന്തരമോ ഈ ബ്രാൻഡിനെ കുറിച്ച് കേട്ട് വന്നതാകാം. പക്ഷെ വന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യമാണ്, ഈ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ട് ഈ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് ബിസിനസ് ആകുന്നത്? ഒപ്പം തന്നെ ഇനി ഞാൻ ഇതില് പുതിയ പുതിയ ആളുകളെ ചേർക്കേണ്ടി വരുമോ? ഒപ്പം തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ? തോളിൽ സഞ്ചി വെച്ചുകൊണ്ട് അതിൽ നിറയെ പ്രൊഡക്റ്റ് തിരികെ ഞാൻ ഇത് വീട് വീടാന്തരം കയറി വിൽക്കേണ്ടി വരുമോ? ഇങ്ങനെയുള്ള 100 സംശയങ്ങളാണ് നമ്മുടെ പ്രോലൈഫിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രോലൈഫ് എന്ന കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടറുടെയും ഉള്ളിലുള്ളത്. സോ അതിനൊരു വ്യക്തത തരാനാണ് ഈ വീഡിയോ. സി ടീം, നിങ്ങൾ പ്രോലൈഫ് എന്ന ബ്രാൻഡിന്റെ ഒരു ഫ്രാഞ്ചൈസി ഓണറാണ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു സെയിൽസ്മാൻ അല്ല, ഒരു ഫ്രാഞ്ചൈസി ഓണറാണ്. ഈ ഫ്രാഞ്ചൈസി ഓണർഷിപ്പിന് വേണ്ടി നിങ്ങൾ ഈ കമ്പനി പറയുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡം പൂർത്തീകരിച്ചുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ കമ്പനിയുടെ ലൈഫ് ലോങ് ഫ്രാഞ്ചൈസിയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത്. അപ്പൊ എന്താ ഫ്രാഞ്ചൈസിയുടെ അർത്ഥം? നമുക്ക് ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കാനും വിപണനം ചെയ്യാനുമുള്ള ഒരു അവകാശമുണ്ട്. നമ്മൾ മാർക്കറ്റിൽ കുറെ കണ്ടിട്ടില്ലേ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളവിടെ കയറും ചെയ്യും. കാരണം എന്താ? കൂടുതൽ എടുത്താൽ ഹോൾസെയിൽ വിലയിൽ സാധനം കിട്ടും. അപ്പൊ മാർജിൻ, ലാഭം കൂടുതൽ കിട്ടും. ഇപ്പൊ നമ്മളവിടെ ഈ ഒരു പേസ്റ്റ്, ഇതൊരു SLS ഫ്രീ പേസ്റ്റ് ആണ്. എന്നാൽ സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ പല്ല് തേക്കുമ്പോൾ പതപ്പിക്കൽ വരുന്ന ആ പത വരാത്ത ഒരു പേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്തൊരു പേസ്റ്റ് ആണ്. പീനട്ട് സൈസിൽ ഉപയോഗിച്ചാൽ മതി. 11 തരം ആയുർവേദ ഇൻഗ്രീഡിയന്റുകൾ ഈ പേസ്റ്റിലുണ്ട്. ഇതിന്റെ മാർക്കറ്റിൽ SLS ഫ്രീ പേസ്റ്റിന്റെ വില 250 പ്ലസ് ആട്ടോ. 100 ഗ്രാം പേസ്റ്റിന്റെ മാർക്കറ്റിലെ വില 250ന്റെ മുകളിലാണ്. നമ്മുടെ ഈ പേസ്റ്റിന് ബയോസ്മൈൽ എന്നാണ് ബ്രാൻഡിന്റെ നെയിം. വെറും 200 രൂപയുടെ താഴെയാണ് ഇതിന്റെ MRP വരുന്നത്. അപ്പോൾ തന്നെ മാർക്കറ്റിലെ SLS ഫ്രീ പേസ്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് കുറവാണ്. ഇനി നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഫ്രാഞ്ചൈസി എടുത്ത ഒരു വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റ് 99 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാങ്ങുന്ന വില, അതായത് അദ്ദേഹം വാങ്ങുന്ന വില 99 റുപ്പീസ് ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്ലയന്റിന് 20, 30, 50 രൂപ ഡിസ്കൗണ്ട് കൊടുത്താലും ഈ പ്രൊഡക്റ്റിന്റെ മുകളിൽ റീറ്റെയിൽ മാർജിൻ അദ്ദേഹത്തിന് 50 രൂപ മിനിമം എടുക്കാൻ കഴിയും. MRPയിൽ ഇന്ന് കടകളിൽ വിൽക്കുന്ന പോലെ വിൽക്കാനാണെങ്കിലോ 100 രൂപ മാർജിൻ എടുക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സർക്കിളിൽ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. നമുക്ക് എത്രയോ ബന്ധുക്കളുണ്ട്, എത്രയോ അയൽവാസികളുണ്ട്, എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവരിലേക്ക് ഒരു നല്ല പ്രൊഡക്റ്റ് എത്തിക്കുന്നതിൽ എന്താ തെറ്റ്? അതിലൂടെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടുമ്പോ അവിടെ എന്തുകൊണ്ടാണ് നമുക്കൊരു ജാള്യത വരുന്നത്? കാരണം നമ്മളിൽ പലരും കച്ചവടം ചെയ്യാൻ ശീലിച്ചിട്ടില്ല. നിങ്ങളൊരു കടയിൽ പോയി നോക്കൂ, അവരൊരു പഴംപൊരിയോ ഒരു പരിപ്പടയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് കോസ്റ്റ് ചിലപ്പോൾ 3 രൂപയോ 4 രൂപയോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കടയിൽ പോയാലും 4 രൂപയ്ക്ക് ഉണ്ടാക്കിയ വിലയ്ക്ക് അവർ പ്രൊഡക്റ്റ് തരില്ല നമുക്ക്. അവരവരുടെ ലാഭം ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിപണന ലാഭം എടുത്ത് ശീലിച്ചവനെ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൻ ഈ മേഖലയിൽ കടന്നു വരുമ്പോ കച്ചവടം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ജാള്യത ഉള്ളിൽ കയറി വരും. ഇതിനെ മാറ്റിയെടുക്കാനാണ് ഇത്തരം ഇൻഡസ്ട്രിയിൽ വരുമ്പോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ട്രെയിനിങ് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എവിടേക്കോ പോയി അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഇന്ന് കാലഘട്ടം മാറി. പ്രോലൈഫിലൊക്കെ എന്നും രാവിലെ 8:45 ഗൂഗിൾ മീറ്റിലൂടെയാണ് നിങ്ങളിലേക്ക് അറിവെത്തിക്കുന്നത്. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിലൂടെയാണ് നിങ്ങളിലേക്ക് അറിവെത്തുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായി നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അറിവ് നേടി
ഒരു വരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രോ ലൈഫ് പോലെയുള്ള പ്രസ്ഥാനത്തില് അതിന് ഒരുപാട് ഉപാധികളുണ്ട്. ഓഫ്ലൈൻ പ്രോഗ്രാമുകളും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ മാസവും 1 ഡേ 2 ഡേ ട്രിപ്പുകളിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് അറിവെത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഓഫീസില് റെഗുലർ ആയിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിലും നമ്മൾ അറിവ് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഓൺലൈൻ മാധ്യമത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളിലേക്ക് കച്ചവടം വന്നാൽ അത് ഞാൻ ബാഗിൽ തൂക്കി കൊണ്ടുപോകണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇവിടെ നമ്മുടെ കമ്പനിയിൽ എല്ലാ പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കമ്പനിയുടെ വെയർ ഹൗസിൽ നിന്നാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഡർ നമ്മുടെ കമ്പനിയിലേക്ക് നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ അതിന്റെ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ എന്താ പറയാ DP റേറ്റ് നമ്മൾ 1000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ആണ്. അതിന് താഴെ വരുമ്പോൾ അതിന് എന്താണോ കോസ്റ്റ് വരുന്നത് അതേ നിങ്ങൾ പേ ചെയ്യണ്ടോ. അപ്പൊ നിങ്ങളുടെ സർക്കിൾ ദൂരെയാണെങ്കിൽ അവിടേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ കമ്പനിയാണ് നിങ്ങളുടെ ബിഹാഫിൽ വിതരണം ചെയ്യുക. അതിന്റെ ട്രാക്കിംഗ് കമ്പനിയാണ് ചെയ്യുന്നത്. അത് അവിടെ എത്തിയോ എന്ന് ഉറപ്പുവരുത്തുന്നത് കമ്പനിയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഒരു പക്ഷം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ആദ്യം സെൽഫായിട്ട് ഉപയോഗിച്ച് ബോധ്യപ്പെടുക. രണ്ടാമത് ഇതിലെ വിപണന ലാഭം നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ലാഭം എടുത്തുകൂടാ? ജോലിയിലൂടെ നമ്മൾ വരുമാനമല്ല നേടുന്നത്, കച്ചവടത്തിലൂടെ നമ്മൾ വരുമാനമല്ല നേടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിലൂടെ ഒരു വരുമാനം നേടാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ? പിന്നെ ജനങ്ങളെ കണക്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ഇന്ന് ലോകത്ത് വളർന്നിട്ടുള്ള ഏതൊരു വലിയ ബ്രാൻഡ് ആയിക്കോട്ടെ അവര് ജനങ്ങളെ തേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ദിവസം എത്ര മൊബൈൽ കമ്പനികളുടെ ഫോൺ കോളുകൾ ഉണ്ട്, സാർ ഞങ്ങളുടെ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്തുകൂടെ, ഞങ്ങൾ കുറച്ചുകൂടി നല്ല ഓഫർ തരാം. അപ്പോൾ റിലയൻസിലെ അംബാനിക്കും എയർടെലിന്റെ ഓണർക്കും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ മടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ അത്തരത്തിലൊരു മടി? നല്ല പ്രൊഡക്റ്റുകൾ മിതമായ വിലയിൽ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? സോ ഇനി മുതൽ പ്രോ ലൈഫിൽ ജോയിൻ ചെയ്തവർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഓക്കെ ടീം, താങ്ക്